ഇന്നൊരു ചെറിയൊരു ഗെയിം നടത്തിയതാണ്. കുട്ടികൾ ബോൾ ഇങ്ങനെ ബക്കറ്റിലേക്ക് ഇടുന്നതാണ്. ആദ്യം ആരാണ് ഇടുന്നത് നോക്കിയിട്ടായിരുന്നു. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പുറത്തേക്ക് പോയി. 1 രണ്ടാമത്തെ ചാൻസും പോയി നന്ദുവിൻ്റെ. 3ാമത്തെ ചാൻസ് പോയി. ഇനി 4ാമത്തെ. അയ്യോ ഇല്ല, നന്ദു കുറച്ച് ബാക്കിലേക്ക് നിൽക്കുക, അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. 5ാമത്തെ ചാൻസ് പോയി. 5ാമത്തെ കഴിഞ്ഞിട്ട് 6ാമത്തെ നന്ദുക്കുട്ട കുറച്ച് ബാക്കിലേക്ക് നിന്നുണ്ട്. നന്ദുവിൻ്റെ ചാൻസ് പോയി കേട്ടോ. അയ്യോ പോയി. അവന് ഇത് കൊടുത്തത് ഇതാക്കണ്ട. അയ്യോ ചാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നന്ദുവിൻ്റെ ഒരു ബോൾ ഇതിൽ വീണ്. ഇനി കണ്ണൻ്റെ പോയി പുറത്ത് കൊടുക്കും. 2nd ചാൻസ് പോയി. 3rd പോയി. ഇത് നന്ദു എടുത്ത് എറിയണത് അതിൻ്റെ ഇടയിൽ. നന്ദു പോയി. ഹായ്, കണ്ണൻ ജയിച്ചു. കണ്ണൻ ഒരു ബോൾ എറിഞ്ഞു. ഇല്ല, ഒന്ന് എടുത്തിട്ട് എറി. കണ്ണൻ ഒരു ബോൾ മാത്രമേ എറിഞ്ഞിട്ടുള്ളൂ, ബാക്കി 2ഉം നന്ദു എടുത്ത് എറിയാണ് ഇടയിൽ കൂടെ. നന്ദുവിൻ്റെ ചാൻസ് സമയത്ത് നന്ദു എറിയില്ല. ആ 2. കണ്ണൻ്റെ ചാൻസ് കഴിഞ്ഞു കേട്ടോ. അത് വെറുതെ ഉള്ള കളിയാണേ. ചാൻസ് കഴിഞ്ഞു. ഇത് പകുതി മുക്കാലും നന്ദുവിൻ്റെ ടൈം കഴിഞ്ഞിട്ട് എറിഞ്ഞത്. അങ്ങനെ ഗെയിമിൽ കണ്ണനാണ് ജയിച്ചിരിക്കുന്നത്. ഇനി വെറുതെ അവരുടെ ഒരു കളിയാണ്. ബക്കറ്റിൽ വെള്ളം കണ്ട കണ്ണൻ മതി കേട്ടാ. നന്ദു ഇങ്ങോട്ട് വാ. അതും നിങ്ങൾ അതെടുക്കരുത് കേട്ടോ. അതെടുത്തിട്ട് എറിയരുത്. തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അത് വെക്കാനേ പോലും. ഇനി കണ്ണ അതിൻ്റെ ഉള്ളിൽ ഇനി അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചേ മതി.